ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് 150 ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് 1 കിലോ ശർക്കര ഉരുക്കിയെടുക്കാം. 1 കിലോ പൊടി, 1/2 കിലോ മൈദ ഈ കണക്കിനാണ് ചേർക്കുന്നത്. അരിപ്പൊടി കുറച്ച് മാറ്റി വെക്കാം. നമുക്ക് വെള്ളം അനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. ശർക്കര നീര് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏലക്കായ പൊടിച്ചെടുക്കാൻ കുറച്ച് അവൽ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. തിളച്ച വടി നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം, എന്നാലേ അത് നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ. പിന്നെ വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുക. അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ശർക്കര നീര് എപ്പോഴും തിളച്ച വടി ഒഴിച്ചു കൊടുക്കണം. ഒട്ടും കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി. പൊടി ഇതേപോലെ കുറച്ച് ചേർത്ത് കട്ടകളില്ലാതെ കുഴച്ചെടുക്കുക. നമ്മളിത് ഈസ്റ്റൊന്നും ചേർക്കണില്ല, ചെറുപഴമാണ് അരച്ച് ചേർക്കണത്. പാളയംകോടൻ പഴം 3-4 നന്നായി മിക്സിയിൽ അരച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഏലക്കായ പൊടിച്ചത്, ഏലക്കായും അവലും കൂടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം പാളയംകോടൻ 3-4 അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഉണ്ണിയപ്പം നന്നായി പൊങ്ങി വരും. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായി മൂത്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം എള്ള് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്താണ് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് എടുക്കുന്നത്. ഇപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ എള്ള് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എള്ള് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഒരു ദോശമാവിനേലും ഇച്ചിരിയും കൂടി കട്ടിയായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഓയില എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എണ്ണ എടുക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിൽ മാവ് എടുത്ത് ഒഴിച്ചു കൊടുക്കണം. ഇത്തിരി എളുപ്പമാണ്. അതിന് ശേഷം നമുക്ക് അടുത്തൊരു ചട്ടി അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ എളുപ്പമാണ്. ഇത് കിടന്ന് മൊരിയുമ്പോൾ കുറേ താമസം വരും. നമുക്ക് ഇതേ രീതിയിൽ എടുത്തിട്ട് അടുത്ത അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് എണ്ണ അതിൽ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഉണ്ണിയപ്പം ഇട്ട് പെട്ടെന്ന് നമുക്ക് മൊരിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയും. അപ്പോൾ 150 എന്നുള്ളത് ചിലപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് കിട്ടോട്ടെ. ഇത്രയും പൊടിയിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ കൂടുതലായിട്ട് കിട്ടും. 150 ഞാനൊരു കണക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 150 കൂടുതലായിട്ടേ വരുള്ളൂ, കുറവാവില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം പെട്ടെന്ന് ആകും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ആവും കിട്ടും. ഉണ്ണിയപ്പം എല്ലാം ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.